ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫീച്ചർ പുതിയൊരു സ്വാഗതം. അപ്പോൾ കുറേ ആൾക്കാർ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിസംബർ മാസം നമുക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസസ് ഏതൊക്കെയാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഡിസംബർ മാസം നമുക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ ബെസ്റ്റ് സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൗത്ത് ഇന്ത്യ വെച്ച് നോക്കിയാൽ നമുക്ക് കേരളത്തിൽ തന്നെ മൂന്നാർ, വയനാട്, തേക്കടി, വാഗമൺ, അതുതന്നെ വേറെ മലപ്പുറം ഏരിയ, അതുതന്നെ നമുക്ക് കോഴിക്കോട് ഏരിയയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റിയ വൺ ഡേ ട്രിപ്പൊക്കെ നമുക്ക് പോകാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു മലപ്പുറം, അതുതന്നെ ഈ ഒരു കോഴിക്കോട് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാം. ഇനി തമിഴ്നാട് ബേസിൽ നമുക്ക് നോക്കിയാൽ നമുക്കിനി കൊടൈക്കനാലുണ്ട്, ഊട്ടിയുണ്ട്, ധനുഷ്കോടിയുണ്ട്, കന്യാകുമാരി. ഇതൊക്കെ നമുക്ക് ഈ ഒരു ഡിസംബറിൽ പോകേണ്ട ബെസ്റ്റ് ടൈമാണ്. ഈ ഒരു കൊടൈക്കനാലാണെങ്കിൽ, ഊട്ടിയുണ്ട്, ധനുഷ്കോടി, കന്യാകുമാരിയൊക്കെ ആണെങ്കിൽ. പിന്നെ കർണാടക നമുക്ക് നോക്കുകയാണെങ്കിൽ ചിക്കമംഗ്ലൂർ, പിന്നെ ഗോകർണ, മാൽപ്പെ, ഹംപി, ബാംഗ്ലൂർ, പിന്നെ ഉടുപ്പി, ഈ സ്ഥലങ്ങൾ നമുക്ക് ഈ ഒരു ഡിസംബർ മാസം പോകാൻ ബെസ്റ്റ് ടൈമാണ് ഈ ഒരു കർണാടക സ്റ്റേറ്റ് വെച്ച് നോക്കുന്നത്. ഇനി ഗോവയിലാണെങ്കിൽ നമുക്ക് ഗോവയിൽ ബീച്ചസ് ഫുള്ള് നമുക്ക് ഈ ഒരു ഡിസംബർ ടൈമിൽ പോകാൻ ബെസ്റ്റ് ടൈമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ന്യൂ ഇയർ ഒക്കെ നമുക്ക് കൂടുതൽ ആൾക്കാർ ഗോവയിൽ പോയി ആഘോഷിക്കാറുണ്ട്. അവിടുത്തെ ന്യൂ ഇയർ പ്രോഗ്രാം നമുക്ക് അടിപൊളിയാണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ. പിന്നെ തെലുങ്കാന, അതായത് ഹൈദരാബാദ് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലം വെച്ചാൽ ഗോൽക്കൊണ്ട ഫോർട്ട്, പിന്നെ ചാർമിനാർ, ഹ്യൂമൻ ടോംബ്. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഹൈദരാബാദ് പോയെന്ന് വെച്ചാൽ തണുപ്പുണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഹൈദരാബാദൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തിരിച്ചിടാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിനി നോർത്ത് ഇന്ത്യ നോക്കിയാൽ നമുക്ക് പോകേണ്ട ബെസ്റ്റ് ടൈം വെച്ചാൽ ഈ ഒരു ഡിസംബർ മാസമാണ്. ആൾക്കാർ ഈ ഒരു മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാർ മണാലി, അതുതന്നെ കാശ്മീരൊക്കെ പോകുന്ന ടൈമാണ്. അപ്പോൾ ഈ ഒരു നോർത്ത് ഇന്ത്യ നോക്കിയാൽ നമുക്ക് ആഗ്ര, ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, കാശ്മീർ, വാരണാസി, മണാലി, കേദാർഗന്ധ, ഈ സ്ഥലങ്ങളൊക്കെ പോകേണ്ട ബെസ്റ്റ് ടൈം വെച്ചാൽ ഈ ഒരു ഡിസംബർ മാസമാണ് പോകുന്ന ബെസ്റ്റ് ടൈം. അപ്പോൾ ഈ ഒരു കൂടുതൽ ആൾക്കാർ ഈ ഒരു രാജസ്ഥാനാണെങ്കിലും പഞ്ചാബാണെങ്കിലും കാശ്മീർ, മണാലിയൊക്കെ പോകുന്ന ബെസ്റ്റ് കൂടുതലും ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഡിസംബർ മാസമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിസംബറിൽ ഇതിലെല്ലാം ആഡ് ചെയ്തത്. ഇനി നമുക്കിനി നോർത്ത് ഈസ്റ്റിൽ നമുക്ക് ഭാഗങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മേഘാലയ പോകണം. നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വാട്ടർ, അതായത് ദൗക്കി റിവറൊക്കെ പോയിക്കാൻ നല്ല ക്രിസ്റ്റൽ ക്ലിയറിൽ കിടക്കുന്ന ടൈമാണ് ഈ ഒരു ഡിസംബർ മാസം. ഇനി നാഗാലാൻഡ് ഒക്കെ ഹോംബിൽ ഫെസ്റ്റിവലിൻ്റെ ടൈമാണ് ഈ ഒരു നാഗാലാൻഡ്. പിന്നെ സിക്കിം ആണെങ്കിൽ വിൻ്റർ ആയിരിക്കും ചില സ്ഥലങ്ങളിലേക്ക്, അതായത് നത്തുല പാസ്, അതേപോലെ തന്നെ യുങ്താവാലി, ആ ഒരു സൈഡൊക്കെ പോകണമെങ്കിൽ ഫുള്ള് റോഡ് ക്ലോസ് ആയിരിക്കും, മഞ്ഞെല്ലാം വീണിട്ട്. അതുകൊണ്ട് നമുക്ക് സിക്കിമിൽ നമുക്ക് വിൻ്റർ ടൈമാണ്. അരുണാചൽ പ്രദേശ് നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിലും വിൻ്റർ ടൈമാണ്. അതായത് നമുക്ക് തവാങ്, ആ ഏരിയയൊക്കെ ഫുള്ള് മഞ്ഞ് വീണിട്ട് ഫുള്ള് മൂട് കിടക്കണമായിരിക്കും. അപ്പോൾ നമുക്ക് തവാങ്ങിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് യാത്ര പോകേണ്ട ബെസ്റ്റ് ടൈം ഈ ഒരു ഡിസംബർ മാസം തന്നെയാണ്. സൗത്ത് ഇന്ത്യ ശരി, നോർത്ത് ഇന്ത്യ ശരി, നോർത്ത് ഈസ്റ്റ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളില്ല, അവർക്ക് വീഡിയോ ഷെയർ ചെയ്തൊക്കെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഇതുകൂടെ നമ്മൾ ഈ ഒരു നോർത്ത് ഈസ്റ്റ് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യുന്ന ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡൽഹിയിൽ, ആഗ്രയിൽ, രാജസ്ഥാനിൽ കാണേണ്ട ഫുൾ ഡീറ്റെയിൽസ്, വാരണാസിയിൽ, മണാലി, കാശ്മീരൊക്കെ പോകുന്ന ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ട്രാവൽ പൈസ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം, നിങ്ങൾ വീഡിയോസ് കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യാത്രകൾ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ അവർക്ക് ഈ വീഡിയോ ചെയ്തുക. കൂടെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലിലേക്ക് നിങ്ങൾ വിടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ട്രാവൽ ഇൻഫർമേഷൻ വീഡിയോ കാണാം. ഓക്കെ.